السلام عليكم ورحمة الله وبركاته. نحمد الله رب العالمين ونصلي ونسلم على سيد المرسلين وعلى آله وأصحابه الفائزين. സ്നേഹ ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, കാരുണ്യവാനായ റബ്ബ് നമ്മയെല്ലാം അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ സംഭവിച്ച സകലമാന തെറ്റുകുറ്റങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകി ഇനിയുള്ള ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനും അവനിഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനികളെ, ഇന്നലെ നാം ചർച്ച ചെയ്തത് ബർക്കത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. ബർക്കത്ത് എന്നാൽ ഏതെങ്കിലും അനുഗ്രഹം ഉണ്ടാകൽ എന്നല്ല, മറിച്ച് ലഭിച്ച അനുഗ്രഹങ്ങൾ ഫലപ്രദമാകുകയും നിലനിന്ന് കിട്ടലുമാണ് ബർക്കത്ത് എന്ന് നാം വിശദീകരിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ ബർക്കത്തിനെയും അതിന്റെ വഴികളെയൊക്കെ കുറിച്ചൊക്കെ വിശദമായി സംസാരിച്ച ഗ്രന്ഥമാണ്. പല വിഷയങ്ങളും വളരെ സംക്ഷിപ്തമായി ചർച്ച ചെയ്ത ഖുർആൻ 30-ലധികം ഇടങ്ങളിൽ ബർക്കത്തിനെ കുറിച്ച് പരാമർശിച്ചതായി നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധമായ കഅബത്തുള്ള ബർക്കത്തിന്റെ കേന്ദ്രമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു ആലി ഇമ്രാൻ 96-ാം സൂക്തം. അപ്രകാരം തന്നെ അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ ബറക്കത്ത് നിറഞ്ഞ ഗ്രന്ഥമാണെന്നും പറയുന്നുണ്ട്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. സൂറത്തു സ്വാദ് 29-ാം സൂക്തം. വിശുദ്ധ ഖുർആനും അനുഗ്രഹീത ബറക്കത്താക്കപ്പെട്ട ഗ്രന്ഥമാണെന്ന് അല്ലാഹു പറയുന്നുണ്ട്. അപ്പോൾ അതുമായുള്ള ബന്ധം, അത് പഠിക്കുക, അത് ഉൾക്കൊള്ളുക, അത് മനഃപ്പാഠമാക്കുക, അത് പാരായണം ചെയ്യുക, എല്ലാം ബർക്കത്തിന്റെ വഴികളാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഔസിനി, എനിക്ക് വല്ലതും പറഞ്ഞു നബിയോ, വസിയത്ത് നൽകു നബിയെ. ഊസീക ബിത്തഖ്വല്ലാഹ്, നീ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക. നിന്നോട് ഞാൻ തഖ്വ ചെയ്യൽ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അത് നിന്റെ കാര്യത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമാണ്. ഫഇന്നഹാ റഅ്സു അംരി. വീണ്ടും ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് സിദ്നി, ഒന്നുകൂടി അധികരിച്ചു പറയൂ നബിയെ. അപ്പൊ പറഞ്ഞു, അലൈക ബിതിലാവത്തിൽ ഖുർആൻ വദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയും അല്ലാഹുവിന്റെ ഖുർആൻ ഓതലിനെയും നീ ലാസിമാക്കുക, എപ്പോഴും ഓതുക. അത് ആകാശത്തിൽ നിനക്ക് പ്രകാശമാണ്, ഭൂമിയിലും നിനക്ക് പ്രകാശമാണ്. വെള്ളിയാഴ്ച ഓതാൻ കൽപ്പിക്കപ്പെട്ട അൽ കഹ്ഫ് ഒരാഴ്ചത്തേക്ക് ജീവിതത്തിൽ വെളിച്ചമാണ്. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി യൗമൽ ജുംഅത്തി അല്ലാഹ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുംഅത്തൈനി. വെള്ളിയാഴ്ച ഓതിയാൽ ആ അടുത്ത വെള്ളിയാഴ്ച വരെ നമുക്ക് ബറക്കത്താണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ ഖുർആനുമായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തും വെളിച്ചവുമാണ് എന്നർത്ഥം. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നേടിയെടുക്കാനുള്ള അനേകം വഴികളെ അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായ ഒന്നാണ് സലാം പറയലും സലാം മടക്കലും. ഇസ്ലാമിലെ സലാമിന്റെ പ്രത്യേകത അത് സലാമത്തും ബറക്കത്തും ഉണ്ടാക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ടത് എവിടെയും ആരോടും എപ്പോഴും എങ്ങനെയും പറയാവുന്ന, ഏത് സന്ദർഭത്തിലും പറയാവുന്ന ഉദാത്തമായ അഭിവാദ്യ വചനമാണ്. മറ്റ് അഭിവാദ്യങ്ങളെ സ്ഥിതി അതല്ല. ഇതെപ്പോഴും പറയാം, ആരോടും പറയാം, ഏത് സമയത്തും പറയാം. ഒരാൾ വീട്ടിലേക്ക് സലാം പറയുമ്പോ സലാം പറയുന്നത് ആ വീട്ടിൽ ബർക്കത്തിന് കാരണമാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പ്രമുഖ സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നു, 8 വയസ്സായപ്പോൾ ഞാൻ നബി തങ്ങളുടെ സേവകനായി. അദ്ദേഹത്തെ ആദ്യം പഠിപ്പിച്ചത് ഇക്കാര്യമാണ്, സലാം പറയുക.
റസൂലുള്ളാഹി യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക്. എന്നെ റസൂലുള്ള എന്റെ കൊച്ചുമകനെ എന്ന് വിളിച്ചു പറഞ്ഞു, മോനെ നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ സലാം പറയുക, അത് നിനക്കും നിന്റെ കുടുംബത്തിനും ബർക്കത്ത് കിട്ടാൻ കാരണമാകും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ സലാം പറയുക, അത് അല്ലാഹുവിൽ നിന്നുള്ള ബറക്കത്താണ്. ചുരുക്കത്തിൽ ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കുന്ന സുപ്രധാനമായ മറ്റൊരു കാര്യം കുടുംബ ബന്ധം ചേർക്കലാണ്. ഒന്ന് സലാം പറയലാണ്, മറ്റൊന്ന് കുടുംബ ബന്ധം ചേർക്കലാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആർക്കെങ്കിലും ഭക്ഷണത്തിൽ മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്കി, ആർക്കെങ്കിലും ഭക്ഷണത്തിൽ വിഷാദത ലഭിക്കപ്പെടണമെന്ന് താല്പര്യം ഇഷ്ടമുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. കുടുംബബന്ധം ചേർക്കുക എന്നാൽ അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക, ദുഃഖത്തിൽ പങ്കുചേരുക, സാമ്പത്തിക സഹായം നൽകുക, ദുരിതങ്ങൾ അകറ്റുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഇങ്ങനെ പലതും. ഇതിന് വിപരീതമായി കുടുംബ വഴക്കും അതുപോലെ തന്നെ വിച്ഛേദവും ബർക്കത്ത് നശിപ്പിക്കുകയും റബ്ബിന്റെ ശാപത്തിന് കാരണമാകുകയും ചെയ്യും. ഇതിന്റെ കുടുംബ ബന്ധത്തെ കുടുംബത്തോട് പിണങ്ങി നിന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇവിടെ നമ്മള് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്, അൻ തുഫ്സിദു ഫിൽ അർളി വതുഖത്തിഉ അർആമക്കും ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്. രണ്ട് കാര്യമാണ് അല്ലാഹു പറയുന്നത്. ഒന്ന്, അല്ലാഹുവിന്റെ ശാപമുണ്ടാകും, കുടുംബബന്ധം മുറിച്ചാൽ ലഅനഹുമുല്ലാഹ്. മറ്റൊന്ന് അല്ലാഹു പറയുന്നുണ്ട്, ഫഅസമ്മഹും വഅമാ അബ്സാറഹും. കുടുംബബന്ധം മുറിച്ചവർ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയവർ, അവർ അല്ലാഹു ശപിച്ചവരാണ്. അതുപോലെ തന്നെ ഫഅസമ്മഹും വഅമാ അബ്സാറഹും. ഒന്നാമത്തേത് അല്ലാഹുവിന്റെ ശാപം ലഭിക്കും. രണ്ട്, നല്ലത് കേൾക്കാനും കാണാനുള്ള ഭാഗ്യം ഇല്ലാതാവും, അഥവാ ഹിദായത്തിന്റെ വഴി അടഞ്ഞു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കുടുംബത്തിലെയും നാട്ടിലെയും പ്രായമുള്ളവരെ ബഹുമാനിക്കലും ആദരിക്കലും അവരെ സംരക്ഷിക്കലും ബറക്കത്തിന്റെ മറ്റൊരു വഴിയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, അൽ ബറകത്തു മഅ അകാബിരിഹിം. ഒരിക്കൽ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോടൊപ്പം ഇരിക്കുമ്പോൾ അവിടുന്ന് കുടിക്കാൻ കൊണ്ടുവരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിക്കുന്നതിന് മുമ്പ് അബൂ ഉബൈദയെ കുടിപ്പിച്ചു. കാരണം അബൂ ഉബൈദ പ്രായമുള്ള ഒരാളായിരുന്നു, അവിടുത്തെ പ്രായത്തെ മാനിച്ചായിരുന്നു അത് ചെയ്തത്. അപ്പോൾ ചുരുക്കത്തിൽ പ്രായമുള്ളവരെ ആദരിക്കുക എന്ന് ബറക്കത്ത് ലഭിക്കാനുള്ള കാരണമാണ്. ഇന്ന് പലപ്പോഴും പ്രായമുള്ളവർ അവഗണിക്കപ്പെടുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാണ്. ഇതിന് വിപരീതമായി ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെയും വളരെ വിശദമായിട്ട് ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് പാപങ്ങളും ഹറാമായ പ്രവർത്തനങ്ങളുമാണ്. ഒരു വിഭാഗം വലോ അന്ന അഹ്ലൽ ഖുറ ആമനൂ വത്തഖൂ, ഒരു പ്രദേശത്ത് അഹ്ലുകാർ അവർ അല്ലാഹുവിൽ വിശ്വസിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവൻ നയിച്ചാൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. തിന്മകൾ ചെയ്താൽ അല്ലാഹുവിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് തിന്മകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അത് ബർക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് ബർക്കത്ത് ചോദിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാസത്തിലാണ് നമ്മളുള്ളത്. ബർക്കത്ത് കിട്ടേണ്ട വഴികൾ അത് ജീവിതത്തിന്റെ ഓരോ നമ്മുടെ ജീവിതത്തിൽ തന്നെ സൂക്ഷ്മത പുലർത്തിയാൽ, സലാം പറയുക, കുടുംബബന്ധം ചേർക്കുക, നല്ല നല്ല വഴികളുടെ സഞ്ചരിക്കുക, അത് ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കാൻ. തെറ്റിലേക്ക് മാറുമ്പോ ബർക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് മനസ്സ വാച കർമ്മണ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവന്റെ യഥാർത്ഥ സജ്ജനങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.